ആതിര, കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് പുറത്തു വരുന്ന വാർത്ത വളരെയധികം ഞെട്ടിപ്പിക്കുന്നത് അല്ലെങ്കിൽ മനസാക്ഷിയെ വളരെയധികം മുറിവേൽപ്പിക്കുന്ന ഒന്നാണ്. മലപ്പുറത്ത് നിന്നും വരുന്ന വാർത്തയിൽ 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ 16-കാരനായ ഒരു പയ്യൻ, ഒരു ആൺകുട്ടി ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 16 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ പ്രായത്തിൽ നമുക്കറിയാം, നമുക്കൊക്കെ ആ ഒരു സമയത്ത് ഈ ഉമ്മ വെച്ചാൽ ഗർഭിണിയാകും എന്ന അറിവ് മാത്രം പരിമിതമായുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു തെറ്റിലേക്ക് ഈ പറയുന്ന കുട്ടി മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും അധപതിച്ചു പോയത് നമ്മുടെ സമൂഹം? അധപതിച്ചതിന്റെ പ്രത്യേകം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ വളരെ വേദനാജനകം തന്നെയാണ്. അതെ, തീർച്ചയായും. 14 വയസ്സുകാരിയാണ് ബലാത്സംഗത്തെ ഇരയായി കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇത് എന്ന് വെച്ചാൽ ഇതൊക്കെ കേരളത്തിലാണോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടല്ലോ? ഇത് ആദ്യമായിട്ടായിരിക്കില്ല ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെയധികം വേദനാജനകം തന്നെയാണ്. 14 വയസ്സുകാരി പ്രസവിച്ച കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. 15 വയസ്സുകാരി, 16 വയസ്സുകാരി, അതിലൊക്കെ പോക്സോ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കേസ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കൾ പലപ്പോഴും അത്തരം കേസുകളിൽ ബന്ധപ്പെട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്തരം ഒരു കേസിൽ എന്തിന്റെ മാനദണ്ഡത്തിലാണ് ഇവരെയൊക്കെ ഈ ഒരു പ്രവണതയിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്നാണ് പ്രധാന ചർച്ചാ വിഷയമാവേണ്ടത്. ഇത് ഇന്നലെ 6:30-ക്കാണ് ആ കുട്ടിയെ കാണാതാവുന്ന, ഇന്നലെ 6:30-ക്കാണ് ഈ ഒരു കൃത്യം നടന്നതെന്നാണ് ഇയാൾ പറയുന്നത്. പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷമാണ് സാധാരണ ഒരു ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നത്. പക്ഷെ പ്രതി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. കൊലപാതകം മാത്രമല്ല, ബലാത്സംഗം നടന്നിട്ടുണ്ടെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. അല്ല, ആ ആൺകുട്ടി, അതായത് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ഇതൊക്കെ സമ്മതിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ സമയത്ത് എന്ത് മാനസികാവസ്ഥയായിക്കോട്ടെ, പക്ഷെ ഇത്രയും ക്രൂരമായ ഒരു വൈരാഗ്യത്തിലേക്ക് ആ കുട്ടിയുടെ മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ട് നമുക്കത് ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രതി എന്ന് പറയുമ്പോൾ പോലും ആ 16 വയസ്സ് മാത്രമാണ് പ്രതിയുടെ പ്രായം എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ അതിന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ 14-15 വയസ്സുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിരം കഥയായി മാറിയിരിക്കുകയാണ്. പക്ഷേ അപ്പുറേ വശത്ത്, അതായത് പ്രതിസ്ഥാനത്ത് ഭൂരിഭാഗവും 30-ന് മുകളിൽ പ്രായമുള്ള യുവാക്കളായിരിക്കണം ഭൂരിഭാഗം കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ 16 വയസ്സെന്നൊക്കെ പറയുമ്പോൾ പണ്ടെപ്പോഴോ കേട്ട് അല്ലെങ്കിൽ 1-2 തവണ മാത്രം കേട്ടിട്ടുള്ള, അപൂർവങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു പ്രായം മാത്രമാണ് ഈ ഒരു ബലാത്സംഗ കേസിലൊക്കെ. 16 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നടത്താൻ വേണ്ടിയും അതിന്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശദീകരിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു 16 വയസ്സുകാരൻ സ്കൂളിൽ പോകുന്ന ഒരാളല്ലായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. നിരന്തരം സ്കൂളിൽ പോകുന്ന ഒരാളല്ല, MDMA ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരു ആളാണെന്ന്, ഒരു കുട്ടിയാണെന്ന്, കുട്ടിന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല, പ്രതിയാണ്. ഇതിൽ ഈ ഒരു വാർത്ത വന്ന സമയത്ത് ഇയാളുടെ ഫോട്ടോ കാണിക്കണമെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കാണ് ഈ ഒരു ബലാത്സംഗ കേസ് കൊണ്ടെത്തിക്കുന്നത്. എന്താണ് ആ ഒരു സാഹചര്യം? ഇതിനകത്ത് സാഹചര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ രണ്ടുപേരും തമ്മിൽ പ്രണയമായിരുന്നു. പ്രണയത്തിന്റെ ഒരു സ്റ്റേജില് ഇതിന്റെ വീട്ടുകാർ വിലക്കുന്നുണ്ട്. ഇത് പാടില്ല, പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ അമ്മ എന്തോ വിളിച്ച് വിലക്കുന്നുണ്ട്. അപ്പൊ അമ്മയോട് ഈ പറയുന്ന കുട്ടി പറയുന്നുണ്ട്, 16-കാരൻ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. ആ ഒരു കാണിച്ചു തരാമെന്ന് പറയുന്നതാണ് ഇന്നലെ അയാൾ ചെയ്തത്. വൈരാഗ്യ ബുദ്ധിയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. അതൊരിക്കലും ഈ പറയുന്ന കുട്ടിയുടെ സ്വഭാവം മനസ്സിലാകണമെന്നില്ല. ഇന്നിപ്പോൾ നമ്മുടെ സർക്കാർ ഇതൊക്കെ നോക്കേണ്ട കാര്യം, അല്ലെങ്കിൽ സർക്കാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. അവരുടെ ഭാഗത്ത് നിന്നുള്ള വലിയ പിഴവ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലഹരിയുടെ ഒരു ഉന്മാദത്തിൽ അല്ലെങ്കിൽ ലഹരിയുടെ ധൈര്യത്തിലാണ് ഈ പറയുന്ന പ്രതിയായിട്ടുള്ള 16 വയസ്സുകാരൻ ഇത്രയും വലിയൊരു കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. സർക്കാരിനെ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അതിലൊരു റെസ്പോൺസിബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെ ഒരു പ്രവൃത്തി മണ്ഡലം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ആൾക്കാരും സമൂഹമാണ്, ലജ്ജിക്കേണ്ട സമൂഹമേ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. മറ്റ് എന്ത് കേസുകളെ സംബന്ധിച്ചാലെങ്കിലും നമ്മൾ ഡെയിലി ഇവിടെ പല കേസുകളും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ ഈ ഒരു കേസ് കണ്ടിട്ട് നമുക്ക് വെറുതെ അങ്ങ് സ്ക്രോൾ ചെയ്ത് പോകാൻ തോന്നുന്നില്ല, ലജ്ജ തോന്നുന്നു. നമുക്ക് ഓരോരുത്തർക്കും ലജ്ജ തോന്നേണ്ട ഒരു അവസ്ഥയാണ്. സമൂഹത്തിന്റെ പല കാര്യങ്ങളെ പറ്റിയും പല മേഖലകളെ പറ്റിയും ചർച്ച ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പുതുതലമുറയുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ 2025 ചർച്ച ചെയ്തിരുന്നു. അതിനകത്തിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെ പറ്റി, അല്ലെങ്കിൽ ഇത്ര രീതിയിൽ 14 വയസ്സുകാരിയും 13 വയസ്സുകാരിയും ഒക്കെ ഗർഭം ധരിക്കുന്ന അവസ്ഥകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ 13 വയസ്സുകാരിക്കും 14 വയസ്സുകാരിക്കും ഗർഭം ധരിക്കുന്നതിനെ പറ്റി അറിയാം എന്ന രീതിയിലായിരുന്നു പലരും ഡിഫെൻഡ് ചെയ്തത്. ശരിയാണ്, ഇത് കൃത്യമായിട്ടൊരു സെക്സ് എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ ആവശ്യകതയെ പറ്റിയിട്ടുള്ളൊരു കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന സമയത്തും കൃത്യമായി ഇത് സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ സംസാരിക്കണമെന്ന് പലപ്പോഴും നമ്മൾ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിലും പ്രണയത്തിന്റെ അകത്ത് ചെന്നപ്പോൾ ഇവർ വിലക്കുകയാണ് ചെയ്തത്.
വിലക്കുന്നതിന്റെ അപ്പുറത്തേക്കും അല്ല, വിലക്കുന്ന രീതിക്കാണ് ഇവിടെ പ്രശ്നം വന്നിട്ടുള്ള ആതിര. അതായത് ഒരുപക്ഷെ ഈ പറയുന്ന അമ്മയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും പെൺകുട്ടിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെയധികം ദേഷ്യത്തോടു കൂടി ആയിരിക്കണം ചിലപ്പോൾ ഈ പറയുന്ന ഈ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയെ ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ വൈരാഗ്യത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്ലൈ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ആ ഒരു മറുപടി ആയിരിക്കണം ഈ പറയുന്ന അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് പിന്നീട് വൈരാഗ്യത്തിലേക്ക് എത്തുന്നു. ഈ പെൺകുട്ടി ഒന്നും അറിയാതെ അല്ലെങ്കിൽ പ്രണയിച്ചു എന്നത് മാത്രം തെറ്റായിക്കൊണ്ട് മരണം വരിക്കേണ്ടി വരുന്നെങ്കിൽ ഒരു പെൺകുട്ടി, അതും ബലാത്സംഗത്തിലൂടെ മരണം വരിക്കേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി പോലും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവും. നമുക്ക് പോലും അത് അംഗീകരിക്കാൻ സാധിക്കാത്ത ആൾക്കാർ ആ കുട്ടീനെ കുറ്റം പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 14-കാരിക്ക് എങ്ങനെയാണ് ഫോൺ ഉണ്ടാവുന്നത്, അതേപോലെ നമ്മുടെ സമൂഹത്തെ അറിയാത്തത് കൊണ്ടാണ് പ്രണയിക്കാൻ പോയിട്ടല്ലേ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ഈ കമന്റ്സിനകത്ത് കാണുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഈ പറയുന്ന കമന്റുകൾ ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ടോ അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ടോ, അവർക്ക് പോലും പ്രണയമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല, പക്ഷെ അവർക്കറിയാം ഇങ്ങനെ ഒരു ലവ് എന്താണ് എന്നുള്ളതും. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ 14 വയസ്സുള്ള കുട്ടിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞത് അത് വളരെയധികം അത്ഭുതം തന്നെയാണ്. കോവിഡിനൊക്കെ ശേഷമാണ് കൂടുതലായിട്ടും കുട്ടികളുടെ കൈകളിലേക്കൊക്കെ ഫോൺ വന്നത്. അതിന് മുമ്പ് വരെ ഈ ഒരു കോളേജ് കാലഘട്ടത്തിലൊക്കെ എത്ര ആൾക്കാരുടെ ഈ ഫോൺ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ്. കുറച്ച് ആൾക്കാരിലൊക്കെ ഈ പറയുന്ന മൊബൈൽ ഫോണുകൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സ്കൂൾ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഫോൺ എന്ന് പറയുന്ന ഒരു രീതി പോലും ഉണ്ടായിരുന്നില്ല. അതിന്നൊക്കെ മാറിയത് കാരണം നമ്മുടെ ലൈഫ് അപ്ഡേറ്റഡ് ആയി. ഇവിടെ അങ്ങനെ ഒരു മാരക രോഗം വന്നു, അങ്ങനെയാണ് ഈ കുട്ടികളിലേക്ക് ഫോൺ എത്തിയത്. അപ്പൊ ഈ ഫോൺ എത്തിയതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതല്ലേ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അവരുടെ കയ്യിലേക്ക് എത്താനുള്ള സാഹചര്യം അതായിരുന്നു. സാഹചര്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ അപ്ഡേറ്റഡ് ആവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ആ കുട്ടികളെ പോയി ഇത് മാറ്റിവെച്ച് നമ്മൾ നമ്മൾ വടിയെടുത്ത് അടിക്കാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടിച്ചു വളർത്താത്തതിന്റെ പ്രശ്നമാണ്. അതല്ല, മാനസികാവസ്ഥ മാറി. കാരണം അവര് ജീവിക്കുന്ന ചുറ്റുപാട് മാറി, ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടീനെ കൊണ്ട് ബലാത്സംഗം ചെയ്യുന്ന ഒരു സ്ഥലം വർഷം കണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു കുറ്റിക്കാടാണ്, ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കുള്ള ഒരു കുറ്റിക്കാടാണ്. കൃത്യമായ ഒരാൾ വരില്ല, അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ട് പോലും ഒരാൾ വരാത്തൊരു സ്ഥലത്തേക്കാണ് ഈ കുട്ടീനെ കൊണ്ട് പോകുന്നത്. അതിനകത്തിലും ആൾക്കാർ ഡിഫെൻഡ് ചെയ്യാൻ പറയും, കുട്ടി പോയിട്ടല്ലേ കൂടെ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഇതിന്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ബലാത്സംഗത്തിന്റെ ആ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്താണ് ഇപ്പോ എന്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു നിയമപ്രകാരം ഇവർ അധികം ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ജുവനൈൽ ആക്ട് പ്രകാരമായിരിക്കും ഇയാളെ ശിക്ഷിക്കാൻ. അതെ, 17 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അത്രയും വലിയൊരു ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനു മുൻപും ഇത്തരത്തിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുള്ള പെൺകുട്ടികളുടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരിൽ പ്രായം കുറവാണെങ്കിൽ അവരെയൊക്കെ ചെറിയ ശിക്ഷയിൽ ഇളവൊക്കെ നൽകിക്കൊണ്ട് പുറത്തുവിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അപ്പോൾ ഈ പെൺകുട്ടിക്ക് നീതി എവിടെ? എത്രയൊക്കെ പെൺകുട്ടിയെ കുറ്റം പറയുന്ന സമൂഹം ഉണ്ടെന്ന് പറഞ്ഞാലും പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു സംശയം തന്നെയാണ്. എത്രയൊക്കെ കൂടെ പോയതാണ് ലഭിക്കണം. ഇവരെ ഒന്നും നമ്മള് കാരണം ഏത് രീതിയിലാണ് സമൂഹത്തിലേക്ക് ജയിലിൽ കൊണ്ടിട്ട് നന്നാക്കി കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു ഉറപ്പുമില്ല. കാരണം ഇതേ പോലെ ഇതേ മൈൻഡ് സെറ്റ് ഉള്ള, കാമം മാത്രം പ്രണയത്തെ കണ്ട് കാമത്തിന്റെ ആ ഒരു തീവ്രതയിൽ മാത്രം ഇത് നോക്കി കാണുന്ന ഒരുപാട് ജനറേഷൻ ഉണ്ട് ഇവിടെ. അവർക്കൊരു പാഠമാകണം. ഇത്തരം കേസുകൾ വെറുതെ കോടതി മുറികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തി ഒരു 5 വർഷം 2 വർഷം തടവുകൾ ശിക്ഷിച്ച് ഇവനെയൊക്കെ വീണ്ടും പുറത്തേക്ക് വിട്ട് വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കഴുകന്മാരെ പോലെ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇതുങ്ങൾക്ക് നമ്മൾ പറയല്ലോ, 13 വയസ്സുകാരിക്കും 14 വയസ്സുകാരിക്കും ഗർഭം ധരിക്കുന്നതിനെ പറ്റി അറിയാമെങ്കിൽ ഇവനും ഇതൊക്കെ നന്നായിട്ട് അറിയാം. ഇവനും ഈ ബലാത്സംഗത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ഇവരെ എന്ത് രീതിയിലാണ് നമുക്ക് നന്നാക്കാൻ പറ്റുന്നത്? അബദ്ധം പറ്റിയതാണ് ഒരാളെ കൊല്ലുന്നത്, അല്ലെങ്കിൽ വൈരാഗ്യം മൂത്ത് ബലാത്സംഗം ചെയ്യുന്നത്, അത് തെറ്റുപറ്റിയത് അബദ്ധം പറ്റിയതൊന്നും കാണാൻ പറ്റില്ല. നല്ല ശിക്ഷ കൊടുക്കണം. ഈ കമന്റിലൊക്കെ കാണുന്നുണ്ട് തൂക്കിക്കൊല്ലണോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മുടെ നിയമത്തിന്റെ പരിമിതി മൂലം തൂക്കിക്കൊല്ലയൊന്നും ഈ 16-കാരിലേക്ക് നടക്കാൻ പറ്റില്ല. പക്ഷേ കൃത്യമായ ശിക്ഷ കിട്ടണം. ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഒക്കെ എടുത്ത് അല്ലെങ്കിൽ റിപ്പോർട്ടൊക്കെ എടുത്ത് അത് വിചാരണ ചെയ്ത് നല്ലൊരു ശിക്ഷ, അല്ലെങ്കിൽ ഇനി ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ അതെ ഇനി ഒരു 16 വയസ്സ് എന്നല്ല അതിനപ്പുറത്തേക്ക് ഇനി ഒരാൾക്ക് ഇത്രയും വലിയൊരു കൃത്യം നിർവഹിക്കാനുള്ള ഒരു മനസ്സ് സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കണം ഈ ഒരു ശിക്ഷാവിധി പോകേണ്ടത് എന്നുള്ളതാണ്. നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. 16 വയസ്സുള്ള എന്ന് പറഞ്ഞ് സഹതാപത്തോടു കൂടി നോക്കിക്കാണാൻ മാത്രമുള്ള ഒരു തെറ്റൊന്നുമല്ല ഈ വ്യക്തി ചെയ്തിരിക്കുന്നത്. അപ്പുറം നിൽക്കുന്ന കുട്ടി ഇപ്പോൾ എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു ലഹരി ഉപയോഗിച്ചത് കൊണ്ടോ ആയിക്കോട്ടെ ചെയ്ത തെറ്റിനെ തെറ്റായിട്ട് തന്നെ കണ്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇനി ഇതുപോലെ ഒരു കാര്യം ചെയ്യാൻ ഭയം തോന്നുന്ന നിലയിൽ തന്നെയായിരിക്കണം ഇതിന് കൃത്യമായി കോടതി ഇതിനെ നിരീക്ഷിക്കേണ്ടത്.